ഹലോ, വെൽക്കം ടു ആഡ് എ പിഞ്ച് ബൈ ഷെയ്ൻ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മാഗി മസാലയും പോസ്റ്റ് എഗും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മാഗി മസാല ഉണ്ടാക്കിയെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. പാനിലെ വെള്ളം ചൂടായി കഴിയുമ്പം ഇതിൽ 2 പാക്കറ്റ് നൂഡിൽസ് പൊട്ടിച്ചിടുന്നുണ്ട്. നൂഡിൽസ് തിളച്ച് വരുമ്പം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നൂഡിൽസ് കറക്റ്റ് 2 തൊട്ട് 3 മിനിറ്റ് വരെ കുക്കായിട്ടുണ്ട്. ഞാനൊരു ഫോർക്ക് എടുത്ത് അതിൻ്റെ വേവ് ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നൂഡിൽസ് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ശരിക്കും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസിൻ്റെ മസാല റെഡിയാക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒരുവിധം ചൂടാകുമ്പോൾ കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ സവോള ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇട്ട സവോള സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നീളത്തിലരിഞ്ഞ ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ക്യാരറ്റും ബീൻസും ഇപ്പം ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സോസുകളെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഫസ്റ്റ് ഹാഫ് ടീസ്പൂൺ സോയ സോസ് ഇടുന്നുണ്ട്. അതിനുശേഷം ഹാഫ് ടേബിൾ സ്പൂൺ ചില്ലി സോസും. ഇവിടെ ഞാൻ മാഗിയുടെ തന്നെ ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി മാഗി മസാല ഇട്ട് കൊടുക്കാം. ഈ വെജീസ് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി കുക്ക് ചെയ്തിരിക്കുന്ന നൂഡിൽസ് ഇട്ട് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കിയെടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മാഗി മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പോസ്റ്റ് എഗ് ആണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെജീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് സ്ക്രാമ്പിൾഡ് എഗ് പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പോസ്റ്റ് എഗ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചെറിയൊരു ഫ്രൈങ് പാനിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാത്രം വേണം. ഈ പാത്രം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വെള്ളത്തിൽ കവർ ചെയ്യാൻ പാടില്ല. ഏകദേശം ഒരു ഇത്രയും വെള്ളമേ കവർ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും ഭാഗം വെള്ളത്തിന് മുകളിലായിരിക്കണം ഇരിക്കേണ്ടത്. ഇനി ഈ പാത്രത്തിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊണ്ട് വരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എഗ് യോക്ക് പൊട്ടാൻ പാടില്ല, മഞ്ഞ പൊട്ടാൻ പാടില്ല ഇതുണ്ടാക്കുമ്പം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം തിളച്ച് കഴിയുമ്പം ഈ പാത്രം നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കാം. ഇപ്പം ഫ്ലെയിം ഞാൻ ഹൈയിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിത് അടച്ചു വെച്ച് കറക്റ്റ് 3 മിനിറ്റ് വേവിച്ചെടുക്കാം. സോൾട്ടും വിനെഗറും ഇട്ട വെള്ളത്തിലോട്ട് ഡയറക്റ്റ് മുട്ട ഒഴിച്ചിട്ടാണ് ഒത്തന്റിക് രീതിയിൽ പോസ്റ്റ് എഗ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്.
ഇങ്ങനെ 3 മിനിറ്റ് കറക്റ്റ് വേവിച്ചെടുക്കുവാണെങ്കിൽ എഗ് യോക്ക് റണ്ണി ആയിരിക്കും. അതായത് പോസ്റ്റ് എഗ് കട്ട് ചെയ്യുമ്പം അതിലെ മഞ്ഞ ഒഴുകി വരും. ഇനി നിങ്ങൾക്ക് ഫേം ആയിട്ടുള്ള എഗ് യോക്കാണ് വേണ്ടതെങ്കിൽ 3 മിനിറ്റിന് പകരം 5 തൊട്ട് 6 മിനിറ്റ് വരെ ഇങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ മുട്ടയുടെ പാത്രം എടുത്ത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സോൾട്ടും പെപ്പറും ഇട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഉണ്ടാക്കിയെടുത്ത മാഗി മസാലയും പോച്ച്ഡ് എഗും നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും കമൻറ്റ് വഴി എന്നെ അറിയിക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്